ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെൻസസ് കിച്ചൻ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബനാന അപ്സൈഡ് ഡൗൺ കേക്കാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മളെ വീട്ടിൽ ബനാനോ കൊക്കോ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് ബീറ്ററൊന്നും ആവശ്യമില്ല. വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്ത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനേക്ക് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് നമ്മൾ തവി വെച്ചിട്ടൊന്നും അങ്ങനെ ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല. അത് ആ പാനൊന്ന് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ഷുഗർ ഇങ്ങനെ മെൽട്ടായിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മെൽട്ടായിട്ട് ഇങ്ങനെ പതുക്കെ വരും. അങ്ങനെയാണ് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുക. തവിയൊന്നും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇങ്ങനെ ആക്കുമ്പോഴാണ് അത് നന്നായിട്ട് മെൽട്ടായിട്ട് വരിക. പിന്നെ ലാസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ നന്നായിട്ട് മെൽട്ടായി. ഇനി നമുക്ക് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഷുഗർ വരെ കാരമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കാരമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബേക്കിംഗ് ടിൻ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഈവൺ ആക്കുക, ഒരേ ലെവലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് പഴം വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ റോബസ്റ്റ പഴമാണ് എടുത്തത്. പിന്നെ നിങ്ങൾക്ക് നേന്ത്രപ്പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത പഴം എടുക്കാൻ നോക്കാം, നേന്ത്രപ്പഴം ആണെങ്കിലും റോബസ്റ്റ ആണെങ്കിലും. എന്നിട്ട് നമുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ. നമ്മളെ വീട്ടിൽ പഴമൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം കുറേ കഴിഞ്ഞാൽ നമ്മൾ അത് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാനൊരു മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളെ വീട്ടിൽ കൊക്കോ പൗഡറും പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 3 മുട്ട, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് മൈദ, 1/2 കപ്പ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ കോഫി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ പിഞ്ച് ഉപ്പ്, പിന്നെ 2 പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇതാണ് റോബസ്റ്റ പഴം, 2 പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് 2 പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം, നല്ല ഉടച്ചെടുക്കണം. പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞ പഴുത്ത പഴം എടുക്കാൻ നമുക്ക് ഫോർക്ക് കൊണ്ടോ വിസ്ക് കൊണ്ടോ ഏറ്റവും നന്നായിട്ട് ഉടച്ചെടുക്കാം. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് വിസ്കോ അല്ല ഫോർക്കോ വെച്ചിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്താൽ മതി. പഴം നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കണം, നല്ല സ്മൂത്താക്കി എടുക്കണം. പഴം നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ടയൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളെ കേക്ക് ഹാർഡായി പോവും. മുട്ട മാത്രമല്ല, എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം ചെയ്യുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, നമ്മളെ പഴത്തിന് നല്ല മധുരമുണ്ട്. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒക്കെ അതിനോണ്ട് നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്, അത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അരിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കോഫി പൗഡർ എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ട് വെച്ചതാണ്. ഇനി ഇതിലിട്ടിട്ട് കുറച്ചായിട്ട് എടുത്ത് നമുക്ക്
പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. ഒരേ ഡയറക്ഷനിൽ നമ്മൾ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ പഴത്തിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രീഹീറ്റഡ് ഓവനിലേക്ക് 160 ഡിഗ്രിയിൽ 30 to 35 ഡിഗ്രി നമ്മൾ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ല കേക്ക് നന്നായിട്ട് അതൊന്ന് വിട്ട് പോരാനാണ് സൈഡ്സൊക്കെ ഒന്ന് കത്തിയോണ്ട് നമ്മൾ അങ്ങനെ റിമൂവ് ആയി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലോട്ട് ഇത് ഫ്ലിപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം ഒരു പ്ലേറ്റിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ബനാന അപ്സൈഡ് ഡൗൺ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കേക്ക്സിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇനിയും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ കേക്ക്. നല്ല ടേസ്റ്റാണ്. ഇതിൽ ബനാനും കാരമലും ചോക്ലേറ്റൊക്കെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.